വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരികയാണ്. ബോളിവുഡ് ഇതിഹാസം ധർമ്മേന്ദ്ര അന്തരിച്ചു എന്ന വാർത്ത, ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. 60കളിലും 70കളിലും 80കളിലും ഒക്കെ തന്നെ ഇന്ത്യൻ സിനിമയുടെ നിറസാന്നിധ്യമായിരുന്ന ഇതിഹാസ താരമാണ് വിട പറയുന്നത്. ഇപ്പോൾ ഔദ്യോഗികമായ സ്ഥിരീകരണം വരികയാണ്. ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ ഒരുപാട് തലയെടുപ്പോടുകൂടി നിലനിന്നിരുന്ന ഒരു വ്യക്തിത്വം വിട പറയുന്നു എന്നാണ് നമുക്കിപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. 89 വയസ്സായിരുന്നു. അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ധർമ്മേന്ദ്രയുടെ വസതിയിലേക്ക് എത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. അങ്ങനെ പല ബന്ധുക്കളും ധർമ്മേന്ദ്രയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് അറിയിപ്പുകൾ നൽകുകയും ചെയ്തിരിക്കുന്നു. നടൻ ധർമ്മേന്ദ്ര അന്തരിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, അങ്ങനെ ഏറെ നാളായി ചികിത്സയിലായിരുന്നു. വലിയ ഒരു ദുഃഖകരമായൊരു സാഹചര്യമാണ്. ഇപ്പോൾ സ്ഥിരീകരണം ഔദ്യോഗികമായി ആശുപത്രിയിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വരുന്നുണ്ടോ? മരണത്തെക്കുറിച്ച് ആദ്യ വിവരങ്ങൾ. ദിശ, കഴിഞ്ഞ ആഴ്ചയാണ് ഗുരുതരമായ അവസ്ഥയിൽ ബ്രീച്ച് ക്യാൻഡിയിൽ ധർമ്മേന്ദ്രയെ പ്രവേശിപ്പിച്ചിരുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം വസതിയിലേക്ക് മടങ്ങുകയും ചെയ്യും. ഇതിനിടയിൽ അദ്ദേഹം മരിച്ചതായിട്ടുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നെങ്കിലും കുടുംബാംഗങ്ങൾ നിഷേധിച്ചിരുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയ ശേഷമാണ് ഇന്നലെ വൈകിട്ടോടുകൂടി രോഗം മൂർച്ഛിക്കുകയും ഇന്ന് രാവിലെ ഉച്ചയോടുകൂടി അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. 89 വയസ്സായിരുന്നു. 300-ലധികം ചിത്രങ്ങളിൽ സിനിമകളിൽ അഭിനയിച്ച ധർമ്മേന്ദ്ര ഏറ്റവും സുമുഖനായ ഒരുപക്ഷെ ബോളിവുഡ് നടന്മാരിൽ ഒരാളായിരുന്നു. ഏറ്റവും പ്രശസ്തമായി എല്ലാവരും ധർമ്മേന്ദ്രയെ ഓർക്കുന്ന ഷോലെ ചിത്രത്തിൽ അമിതാഭ് ബച്ചനോടൊപ്പമുള്ള അഭിനയമാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ പല സിനിമകളിലും അദ്ദേഹം അഭിനയിച്ച് വളരെ പ്രശസ്തി നേടിയതാണ്. ലോഫർ തുടങ്ങിയ ചിത്രങ്ങളിൽ 1960 ഇറങ്ങിയ ദിൽ ഭി തെരാ ഹം ഭി തെരെ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമ ലോകത്തിലേക്ക് വരുന്നത്. പഞ്ചാബിൽ ജനിച്ച അദ്ദേഹം ലുധിയാനയിൽ ജനിച്ചാണ് അദ്ദേഹം അവിടെ നിന്നും ബോംബെയിലേക്ക് ബോളിവുഡ് സ്വപ്നങ്ങളുമായി എത്തുന്നത്. 1960 ഈ ദിൽ ഭി തെരാ ഹം ഭി തെരെ എന്നുള്ള സിനിമയിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്ത് വരുന്നത്. അത് കഴിഞ്ഞ് നിരവധി ചിത്രങ്ങളിൽ നിരവധി പ്രശസ്തരായ സംവിധായകരോടൊപ്പം തന്നെ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹേമമാലിനിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ, രണ്ടാം ഭാര്യയാണ്. ആദ്യ ഭാര്യ പ്രകാശ് കൗർ. അതിൽ ഉള്ള മക്കളാണ് സണ്ണി ഡിയോളും ബോബി ഡിയോളും. 2 പെൺമക്കൾ കൂടിയുണ്ട്, വിജയതയും അജിതയും. ഹേമമാലിനിയിൽ 2 പെൺമക്കളാണ്. ഈഷ ഡിയോൾ, സിനിമാ നടി ഈഷ ഡിയോളും അതോടൊപ്പം അഹാന ഡിയോളുമാണ്. അവർ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ബോളിവുഡ് രംഗത്ത് തന്നെയാണ് മകളും പ്രവർത്തിക്കുന്നത്. മകൻ ബോബി ഡിയോളിന്റെ മകന്റെ പേര്, അതായത് ചെറുമകന്റെ പേര് ധറം എന്നാണ്. ലോണാവാലയിലാണ് അദ്ദേഹം താമസിക്കുകയും കുടുംബം ജുഹുവിലാണ് താമസം. എല്ലാവരുടെയും ഓർമ്മകളിലുള്ള ധർമ്മേന്ദ്ര എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഷോലെ ചിത്രം തന്നെയാണ് എല്ലാവരുടെയും മുന്നിലേക്ക് വരുന്നത്. സൂപ്പർ സ്റ്റാർ പദവിയിലിരിക്കുമ്പോഴും ധർമ്മേന്ദ്ര ഒരു സാധാരണക്കാരനായിരുന്നു. അത് അമിതാഭ് ബച്ചൻ തന്നെ നിരവധി തവണ അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരിക്കലും ഒരു സ്റ്റാർഡം ധർമ്മേന്ദ്രയെ ബാധിച്ചിരുന്നില്ല എന്നുള്ളത്. ഈ ഷോലയുടെ ചിത്രീകരണം ബാംഗ്ലൂരിനടുത്ത് രാംഘട്ടിൽ നടക്കുമ്പോൾ അവിടെ നിന്ന് മടങ്ങി ബാംഗ്ലൂരിലേക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു ഘട്ടത്തിൽ ഒരു ഗ്രാമത്തിലായിരുന്നു ഇതിന്റെ ഷൂട്ടിംഗ്. അപ്പോൾ ഹൈവേയിലൂടെ വരുമ്പോൾ വണ്ടി ഒരു തവണ അപകടത്തിൽപ്പെടുകയും അത് കഴിഞ്ഞ് ആൾക്കാരെല്ലാവരും ധർമ്മേന്ദ്രയെ പെട്ടെന്ന് തിരിച്ചറിയുകയൊക്കെ ചെയ്യുമ്പോൾ ധർമ്മേന്ദ്ര അവരിൽ ഒരാളായിട്ട് തന്നെയായിരുന്നു ഏതാനും മണിക്കൂറുകൾ